തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു യൂറോളജി വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കലിൻ്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു. കാരണം അതായത് സർജറി ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങൾ ആശുപത്രിയിലില്ല, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്നപോലെ ഉപകരണങ്ങൾ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അപേക്ഷകൾ കൊടുക്കുകയും പലരെ കാണുകയും ചെയ്തിട്ട് അതിനൊന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, അങ്ങനെ ഉപകരണങ്ങൾ കിട്ടുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നലെ അദ്ദേഹം ഒരു പോസ്റ്റ് ഇറക്കിയിരുന്നു. കാരണം ഇതിനെപ്പറ്റി ഇനി അദ്ദേഹത്തിൻ്റെ ജോലി പോയാലും പ്രശ്നമില്ല, ഇത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടിയിട്ട് ശബ്ദിക്കുന്നതാണെന്നും അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു വകുപ്പ് തല മേധാവി ഇത്രയും പറയണമെന്നുണ്ടെങ്കിൽ, കാരണം അദ്ദേഹം ജനങ്ങളോട് അത്രയും ആത്മാർത്ഥയും സത്യസന്ധതയും പുലർത്തുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം കാര്യമായിട്ട് പറയുന്നത്. കാരണം ഒരു സാധാരണക്കാരനോ പാവപ്പെട്ടവനോ ഒക്കെ പ്രൈവറ്റ് ആശുപത്രികളിൽ പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അമിതമായ ചിലവുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഗവൺമെൻറ് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് വേണ്ട ആവശ്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം പരസ്യമായിട്ടൊരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അന്വേഷണത്തിൽ മനസ്സിലായി അങ്ങനെയുള്ള ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളുടെ കുറവുണ്ടെന്നുള്ളത് മനസ്സിലായി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് നല്ലൊരു നിലപാട് അല്ലെങ്കിൽ തീരുമാനമാക്കി കൊടുക്കണം. കാരണം ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ ആശ്രയിക്കുന്നതാണ് ഗവൺമെൻറ് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെപ്പോലുള്ളവർക്ക് ചികിത്സ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആപത്തുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹം പ്രതികരിച്ചത്.